അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വലിപ്പിക്കുക. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുക. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ കൈകളും വിലാവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പെന്തക്കോസ്ത് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. ബഹുമാനപ്പെട്ട എറണാകുളച്ചൻ തൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ആത്മാവിന് തിരുനാൾ ആഘോഷിക്കുന്ന ദിനത്തിലാണ് നമ്മൾ നമ്മുടെ ഇടവക ദിനവും ആഘോഷിക്കുക. ആരംഭത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞൊരു വാക്കിതാണ്, we cannot change the climate, but we can change our attitude towards the climate. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മരണം ശിഷ്യന്മാരെ തകർത്ത് കളഞ്ഞെന്നുള്ളതാണ്. ചിലവരെ നിരാശരായി പോയെന്നുള്ളതാണ്. അങ്ങനെ എല്ലാവിധ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരിലേക്ക് കർത്താവായ യേശു മിശിഹ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രിയമുള്ള സഹോദരികളെ, പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടുമെന്ന് പേടിച്ച് ജനലും വാതിലും കതവുമൊക്കെ അടച്ച് വെന്റിലേഷൻ പോലും മറച്ചു വെച്ചുകൊണ്ട് മുറിക്കകത്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, we can change our attitude towards climate or the circumstance. നീറോ ചക്രവർത്തിക്ക് മാറ്റമുണ്ടായില്ല, ലോകത്തിന് പ്രഭുക്കന്മാർക്ക് മാറ്റമുണ്ടായില്ല. കേവലം ഒരു വേലക്കാരന്റെ മുമ്പിൽ പത്രോസ്ലീഹ പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയില്ല. ഒന്നല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടല്ല, 3 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം അഭിമാനമായിട്ട് ചങ്കിൽ കരുത ജെറുസലേമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ജെറുസലേമാണ് സത്യം, ആ മനുഷ്യൻ എനിക്ക് അറിയത്തില്ല. നീറോ ചക്രവർത്തിയോട് പറഞ്ഞു,
ഞാൻ ക്രിസ്തുവിൻ്റെതാണ്, ക്രിസ്തുവിനെ പ്രതി മരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്, ക്രിസ്തുവിനെ പോലെ ക്രൂശിതനാകുവാനായിട്ട് ഇങ്ങനെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, എന്റെ തല കീഴായിട്ട് കുരിശ് തറച്ചോളാൻ പറഞ്ഞു. The attitude is changed, the person is not changed at all. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയെന്ന് പറയുന്നത്. എന്തിനും ഭയന്ന്, ഏത് സാഹചര്യത്തെ പേടിച്ച് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഞാൻ ചടഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഒതുങ്ങിയിരുന്നോ, ആ ഈ കൂട് പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിട്ട് പറയുകയാണ്, ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഈശോയുടെ സഹനം കണ്ട പത്രോസിലെ പേടിച്ചു കഴിക്കാം. എത്രയോ പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പോലെ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ പേടിച്ചു പോകും. നമ്മളെ പേടിപ്പിക്കുവാൻ വേണ്ടി തിന്മയുടെ വലിയ ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ അന്നേരം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിനേക്കാൾ ശക്തനായ ഒരുവരിലാണ് ഞാൻ വിശ്വസിക്കുക. എന്നെ ആരും സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടും എന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുക. ആരൊക്കെ പരാജയപ്പെട്ടാലും ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുക. ഇതാണ് ശക്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ വിശ്വാസത്തിന്റെ ആഴമുള്ള അവബോധമാണ് പെന്തക്കോസ്ത് തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം. സമയം അതിക്രമിക്കെങ്കിലും പറയാം, ബാബേൽ ഗോപുരം നിർമ്മിക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ തീരുമാനിച്ചു. എന്തിനാണെന്നറിയോ? അവരുടെ പ്രശസ്തി വാനോളം ഉയർത്തുവാൻ വേണ്ടി. അവരൊന്ന് അറിയപ്പെടണം, ദൈവത്തെക്കാൾ വലിയവരാണ് തങ്ങളെന്ന് അവരൊക്കെ വിചാരിച്ചു. നമ്മളെ ഈ മേസ്ത്രി പണിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാരാണ്. കെട്ടിടം പണിയുമ്പോഴത്തേക്ക് മേസ്ത്രി പറയുക ശാന്ത് എന്ന് പറയുമ്പോൾ ഇഷ്ടിക എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം കയറും. അല്ലെങ്കിൽ ഇഷ്ടിക എന്ന് പറയുമ്പോൾ വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മേസ്ത്രിക്ക് ദേഷ്യം കയറും. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയാണ്. ദ ടങ് ഈസ് ഡിഫറൻഷിയേറ്റഡ്. അതായത് അവളുടെ മനസ്സിലാകലുകൾ തമ്മിൽ ഇല്ലാതായിപ്പോ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരനെ, അപ്പം പറയുന്ന അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, അമ്മ പറയുന്ന അപ്പന് മനസ്സിലാകുന്നില്ല, അപ്പനും അമ്മയും പറയുന്ന മക്കൾക്ക് മനസ്സിലാകുന്നില്ല, പള്ളിയിലെ വികാരിയച്ഛൻ പറയുന്ന ഇടവകരത്തിന് മനസ്സിലാകുന്നില്ല, ഇടവകരം പറയുന്നത് വികാരിയച്ഛന് മനസ്സിലാകുന്നില്ല, അധ്യാപകർ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കുഞ്ഞുങ്ങളെ പറയുന്നത് അധ്യാപകർക്ക് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം പറയുന്ന ഒരു ഭാഷയിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടു, ഈ ജെറുസലേമിനെ പറ്റിയുള്ള പ്രസക്തി നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹൂദർ ഏകദൈവ വിശ്വാസികളായിരുന്നു. ഒരു ദൈവമേ ഉള്ളെങ്കിൽ ഒരു ദേവാലയം മാത്രമേ ഉള്ളൂ, അത് ജെറുസലേമിലാണ്. വേദം പഠിക്കുവാൻ വേണ്ടി അവർക്ക് ജപാലയം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒറ്റ ആലയം, അത് ജെറുസലേമിലാണ്. പെന്തക്കോസ്ത് അതീവ പ്രധാനപ്പെട്ട ഒരു തിരുനാളായതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള യഹൂദർ അവിടെ ഒന്നിച്ചു കൂടി. പക്ഷെ പത്രോസിലെ പ്രസംഗിച്ച അരമായ ഭാഷയിലാണ്, എല്ലാവർക്കും മനസ്സിലായിരുന്നു. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ പോലും, ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ പോലും മനസ്സിലാകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ വിദൂര ദേശത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇവൻ പറയുന്ന ദൈവത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. പ്രിയപ്പെട്ട സഹോദരനെ, പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ ദൈവമേ. ഈ പെന്തക്കോസ്ത് തിരുനാളിന് മുന്നോടിയായിട്ട് ജനുവരി മാസത്തിൽ നമ്മളെ സഭൈക പ്രാർത്ഥന നടത്താറുണ്ട്. സഭൈക പ്രാർത്ഥന, ഒരു പ്രാർത്ഥന വളരെ മനോഹരമാണ്. ലോർഡ് ഹെൽപ്പ് us to overcome the barriers of the language, entrances of the language. ഇത് പ്രയാസമാണ്. തമിഴ്നാട്ടുകാർ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, ബിക്കോസ് we do not know തമിഴ്. അതായത് സ്പെയിൻകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് ലാംഗ്വേജിന്റെ പ്രശ്നമാണ്. പക്ഷെ അവർ പറയുകയാണ്, പാർട്ടിയാക്കാരും മേന്തിയാക്കാരും കപ്പതവച്ചക്കാരും ഏഷ്യാമാനും വന്നവരും എല്ലാവരും താത്താങ്ങളുടെ ഭാഷകളെ അവര് പ്രസംഗിക്കുന്നത് കേട്ടു എന്നാണ് പറഞ്ഞത്. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനം എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ വചനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നില്ല. ആകെ ഒരു കമ്മോഷമാണ്. എവിടെയാണ് തെറ്റുപറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കാൾ വലുതായിട്ട് ഒരു ബിൽഡിങ് പണിയുവാൻ വേണ്ടി കുറേ ആൾക്കാർ പരിശ്രമിച്ചു. ഒരുപാട് വളർന്നപ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട വികാരിച്ചൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കൊച്ചിനോട് ചോദിച്ചു, വന്നു കഴിയുമ്പോൾ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ആ കുട്ടി വളരെ ബ്രില്യൻ്റ് ആയതുകൊണ്ട് പറഞ്ഞു,
കാരണം AI ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ കാലഘട്ടമാണ്. ഞാൻ ഒരു പുരോഹിതം പറഞ്ഞൊരു